بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب يسر ولا تؤسر رب زدنا علما وحلما وفهما وعقلا وحفظا وأدبا كاملا رب تمم بالخير والسعادة واغفر لنا ولوالدينا لمشايخنا لأساتذتنا لجميع المسلمين ബഹുമാനികളെ, നജസിനെ വൃത്തിയാക്കുന്ന ചില അതിന്റെ രൂപങ്ങൾ, 3 ഇനം നജസുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നജസ് വെള്ളത്തിൽ നജസാകുക, അതുപോലെ നജസിനെ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുകയാണ്. സുവറുൻ, ചില രൂപങ്ങൾ, മിൻ തത്ഹീരിൻ നജാസത്തി, നജസിനെ വൃത്തിയാക്കേണ്ട രൂപങ്ങൾ. ഇഷ്തറത്തു, ശർത്താക്കപ്പെടും, ഫിത്വഹാറത്തി, ശുദ്ധീകരണത്തിൽ, ബിൽമാഇൽ ഖലീലി, കുറഞ്ഞ വെള്ളം കൊണ്ട്, കുറഞ്ഞ വെള്ളമാണ് ഉള്ളത്, ആ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുന്നതിൽ ഷർത്താക്കപ്പെടും. അയ്യക്കൂന, വെള്ളമാവണം, വാരിദൻ, ചെന്ന് വീഴുന്നതാവണം, അലൽ മുതനജ്ജിസി, നജസായ വസ്തുവിന്റെ മേലിൽ. ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമുള്ളൂ, അപ്പൊ എന്ത് ചെയ്യണം? വെള്ളം നജസായ വസ്തുവിന്റെ മേലെ കൂടെ പാരണം. വെള്ളത്തിൽ കൊണ്ടുപോയി നജസിട്ടാ പോരാ, നജസിടാൻ പാടില്ല. നമ്മളെ വസ്ത്രത്തിലോ ടവ്വല്ലോ നജസുണ്ട്, ആ നജസായ വസ്ത്രം വെള്ളത്തിൽ കൊണ്ടുപോയി ഇടരുത്. കുറഞ്ഞ വെള്ളമാണെങ്കിൽ, വലിയ കുളം തോട് പോലെയുള്ളതാണെങ്കിൽ അല്ല. കുറഞ്ഞ വെള്ളമാണെങ്കിൽ വെള്ളം ഒഴിച്ചു കഴുകണം എന്നർത്ഥം. ഇസ്തറത്തു, ഷർത്താക്കപ്പെടും, വിത്വഹാറത്തി, ശുദ്ധിയാക്കുമ്പോൾ, ബിൽമാഇൽ ഖലീലി, കുറഞ്ഞ വെള്ളം കൊണ്ട്, അയ്യക്കൂന, വെള്ളമാവണം, വാരിദൻ, ചെന്ന് വീഴണം, അലൽ മുതനജ്ജിസി, നജസായ വസ്തുവിന്റെ മേലെ. നമ്മൾ സാധാരണ നജസായ വസ്തു വെള്ളത്തിൽ കൊണ്ടിടരുത്. ചില ആളുകള് നജസായത് അറിഞ്ഞാല് കാഷ്ടമൂത്രം പോലെയുള്ള നജസാണല്ല, ചളിയല്ല. ചില ആളുകളെ നജസായ വസ്തു വെള്ളത്ത് മുക്കിയിട്ട് നല്ല ഒലുമ്പണാണ്, അതുകൊണ്ട് ആ വെള്ളം നജസാകും, വസ്തു നജസല്ലാത്ത ഭാഗത്തുകൂടി വെള്ളം തട്ടിയിട്ട് മുഴുവൻ ഭാഗവും വസ്ത്രത്തിന്റെ മുഴുവൻ ഭാഗവും നജസാവുകയാണ് ചെയ്യുന്നത്. ചിലര് സോപ്പ് പൊടി ഇട്ടിട്ട് നജസായ വസ്ത്രവും നജസല്ലാത്ത വസ്ത്രവും കൂടി സോപ്പ് പൊടിയിൽ മുക്കും. അങ്ങനെ മുക്കിയാല് നജസല്ലാത്ത വസ്ത്രം കൂടി എന്താകും? നജസാവും. കാരണം നജസായ വസ്ത്രം വെള്ളത്തിൽ മുക്കലോടുകൂടെ വെള്ളം നജസായിപ്പോയി. പിന്നെ നജസല്ലാത്ത വസ്ത്രം കൂടി അതിലേക്ക് മുക്കുമ്പോ ആ നജസായ വെള്ളത്തിലേക്കാണ് മുക്കല് വരുന്നത്. അപ്പൊ ആ വസ്ത്രങ്ങൾ മുഴുവൻ നജസിൽ കുളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നജസായ വസ്ത്രം പുതർത്തുന്ന ഒരു സ്ഥലത്ത് വെള്ളത്തിൽ ഒരിക്കലും നജസല്ലാത്ത വസ്ത്രം കൂടി പുതർത്തിയിടരുത്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. മറിച്ച് കഴുകി വൃത്തിയാക്കണം. നജസായ ആ ഭാഗം, ചളിയൊക്കെ അവിടെ കെട്ടെ, ചളിയല്ല പറയുന്നത്, മൂത്രം പോലെയുള്ള നജസായ ഭാഗം വെള്ളമൊഴിച്ച് നന്നാക്കി കഴുകിയതിന് ശേഷം പിന്നെ സോപ്പും പൊടിയിൽ ഇടണമെങ്കിൽ, ചളിയൊക്കെ പോകാൻ വേണ്ടി ഇടണമെങ്കിൽ അത് ആ നജസ് വൃത്തിയാക്കിയ ശേഷം ഇടുക. അങ്ങനെ ചെയ്യേണ്ടതാണ്. ചില വാഷിംഗ് മെഷീനുകളിൽ ഇടുമ്പോഴും ശ്രദ്ധിക്കണം. നജസുള്ളതും നജസല്ലാത്തതുമായ വസ്ത്രങ്ങൾ ഒന്നായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുമ്പോ അതിലിങ്ങനെ വെള്ളം നിറച്ചു വെക്കുമ്പോ എന്ത് വരും? നജസല്ലാത്ത വസ്ത്രം കൂടി ആ നിറഞ്ഞ വെള്ളത്തിലേക്ക് ഇതും എല്ലാം കൂടി ആകുമ്പോ നജസല്ലാത്ത വസ്ത്രം കൂടി നജസായി മാറും. ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം, ശ്രദ്ധിക്കണം. ചിലര് തുടക്കുകയാണെങ്കിൽ, നിലം തുടക്കുമ്പോ മൂത്രം നല്ല തുടച്ചു, ആ തുണി കുറഞ്ഞ വെള്ളത്തിലിട്ട് നല്ല ഒലുമ്പണാണ്. അപ്പൊ ഈ തുണിയിൽ മൂത്രമുണ്ട്, ആ മൂത്രമുള്ള തുണിയാണ്, മൂത്രത്തിന്റെ അവശിഷ്ടങ്ങള് നിലത്തുനിന്ന് തുടച്ചപ്പോ ഈ തുണിയിലായിട്ടുണ്ടാവും. ആ ശീലയാണ് പിന്നെ വെള്ളത്തിലിട്ട് ഒലുമ്പുന്നത്. വെള്ളം ഒഴിച്ചു കഴുകേണ്ടതാണ് എന്നർത്ഥം. അതിലിട്ടിട്ട് പിന്നെ ബാക്കി ഭാഗം കൂടി ആണ് തുറക്കും.
അപ്പൊ ആ നേരത്തെ നജസ്സല്ലാത്ത നിലം കൂടി പല ഭാഗങ്ങളും കൂടി നജസ്സാകും. നേരത്തെ ഒരു ഭാഗത്തെ നജസ് ഇപ്പൊ തുടച്ചപ്പോ ഒന്നായിട്ട് നജസ്സായി. കാരണം നജസ്സുള്ള വെള്ളത്തിനോട് കലർത്തിക്കൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള സ്ഥലം കൂടി ആ റൂം ഒന്നായിട്ട് തുടക്കുന്നത്. അങ്ങനെ നനവുള്ള കാൽപാദത്തോട് കൂടെ അവിടെ നടക്കുമ്പോ കാൽപാദവും എന്താകും? നജസ്. നനവുള്ള കാൽപാദത്തോട് നടക്കുമ്പോ നജസ്സാകും. അതോടുകൂടെ ചിലപ്പോൾ നിസ്കരിക്കും ചെയ്യും. ഏതായിരിക്കട്ടെ, കിതാബ് വായിക്കാം. വലോ അക്കസ, ഒരാള് എതിര് ചെയ്താൽ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. വലോ അക്കസ, നജസ് വെള്ളത്തിലേക്ക് ഇട്ടാല് ഈ പറഞ്ഞതിന് എതിര് ചെയ്താൽ വെള്ളം നജസിന്റെ മേലിൽ വാരിതാവണം എന്ന് പറഞ്ഞു, വീഴണം. യക്കൂന വെള്ളമാവണം, വാരിതൻ വീഴണം, അല്ലെങ്കിൽ മുത്തനജിസിന്റെ മേലിൽ. വല അക്കസ എതിരായാല്, അതായത് നജസുള്ള വസ്ത്രം വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടാൽ, കുറഞ്ഞ വെള്ളത്തിൽ, ലമ്യത്തുഹുർ, ആ വസ്ത്രം ശുദ്ധിയാവൂല. വതനജസൽ മാവ്, വെള്ളം നജസാവും. പിന്നെ അപ്പൊ വായൊക്കെ കഴുകുമ്പോ ഇപ്പൊ എന്താ കട്ടുക? വായിൽ നജസുണ്ടെങ്കിൽ വലാക്കിനെങ്കിൽ യക്ഫി, മതിയാകും. ഫിൽ ഫമി, വായയിൽ, വൽ ഇനായി, പാത്രങ്ങളിലും, സബ്ബുൽമായി, വെള്ളത്തെ ചൊരിക്കല്, ഫീഹിമ, രണ്ടിലും, വ ഇദാറത്തുഹു, ഇങ്ങോട്ട് വെള്ളത്തെ ചുറ്റിപ്പിക്കല്, ബി ജവാനിബിഹിം, അതിന്റെ ഭാഗങ്ങളിൽ. വയജുബു, നിർബന്ധമാണ്, അൽ മുബാലഗത്തു, അമിതം കാണിക്കല്, ഫിൽ ഗർഗറത്തി, തൊണ്ടക്കുഴിയിൽ എത്തുന്നതിൽ. വായിൽ നജസുണ്ടെങ്കിൽ തൊണ്ടക്കുഴിയിലൊക്കെ നന്നാക്കി വെള്ളം എത്തിക്കണം. കാരണം അവിടെയൊക്കെ നജസ് ഇറങ്ങിക്കണമെങ്കിൽ വായന്റെ മുൻഭാഗത്ത് മാത്രം വെള്ളം തട്ടിച്ച് കുപ്പിളിച്ചാ പോരാ. വൈജബു, നിർബന്ധമാണ്, അൽ മുബാലഗത്തു, അമിതം കാണിക്കൽ, ഫിൽ ഗർഗറത്തി, തൊണ്ടക്കുഴിയിലേക്ക് വെള്ളമെത്തുന്നതിൽ, ഹത്തായ തുഹറ, ശുദ്ധിയാകാൻ വേണ്ടി, കുല്ലുമാ, ഒന്ന് മുഴുവനും, ഫി ഹദ്ദി ലാഹിരിൽ ഫമി, വായയുടെ ലാഹിർ, പ്രത്യക്ഷ ഭാഗങ്ങൾ മുഴുവനും, വായയുടെ ഉൾഭാഗം, ചങ്കിന്റെ അങ്ങേ തൽക്കൽ അടിയില് മറ്റേ കൊടൽക്കൊന്നും എത്തണ്ട എങ്കിലും വായയുടെ മുഴുവൻ പുറഭാഗങ്ങളും ശുദ്ധിയാക്കണ്ടേ. അതിന് കൊല്ലിന്റെ ഭാഗത്തൊക്കെ പുറഭാഗത്ത് പെടും, തൊള്ളൽക്കുമ്പോ കാണുന്ന സ്ഥലങ്ങളൊക്കെ. എന്താ പറഞ്ഞ? അപ്പൊ ഹത്തായത്തൂറ, ശുദ്ധിയാകാൻ വേണ്ടി, കുല്ലുമാ, ഒന്ന് മുഴുവനും, ഫി ഹദ്ദി, അതിർത്തിയിലുള്ള, ലാഹിരിൽ ഫമി, അൽ മുതനജ്ജിസി, മുതനജ്ജിസായ വായയുടെ പുറഭാഗത്തിന്റെ. ഇനി നമ്മള് ഒരു കുറഞ്ഞ വെള്ളത്തിൽ നജസ്സായാലേ ആ വെള്ളം നജസ്സാകും എന്നാണ് നിയമം. കുറഞ്ഞ വെള്ളത്തിൽ ഒരു തുള്ളി മൂത്രറ്റിച്ച്, ഇപ്പൊ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു തുള്ളി മൂത്രറ്റിച്ചാല് ആ വെള്ളം മുഴുവനും നജസ്സായിപ്പോയി. മാപ്പ് ചെയ്യപ്പെടാത്ത വെള്ളത്തിൽ മാപ്പ് ചെയ്യപ്പെടുന്ന നജസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത നജസ് ഇട്ടിച്ചാൽ ആ വെള്ളം മുഴുവനും നജസ്സാവും. ഇപ്പൊ 2 കൊല്ലത്ത് വെള്ളമില്ലാത്തൊരു കിണറ്റില് ഒരു നജസ് വീണ് ഒരു എലി ചത്തുപോയി, എന്നാ വെള്ളം മുഴുവനും നജസ്സായി. കുറഞ്ഞ വെള്ളത്തിൽ നജസ്സായാൽ ആ വെള്ളം ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഒഴിക്കലാണ് നമ്മൾ സാധാരണ. ആ വെള്ളം ശുദ്ധീകരിക്കാൻ വല്ല വഴിയുണ്ടോ? എന്താ കേട്ടാ? ആ വെള്ളം കുളത്ത് കൊണ്ട് വെച്ചാൽ മതി, എന്നാ വെള്ളം ശുദ്ധിയായി. അപ്പൊ ആ കുളത്തിലെ വെള്ളം ഈ വെള്ളം കൂടി രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ വെള്ളം ശുദ്ധിയായി. അല്ലെങ്കിൽ 2 കൊല്ലത്ത് വെള്ളത്തിലേക്ക് അത് വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞാൽ, കുറഞ്ഞ വെള്ളം വർദ്ധിപ്പിച്ചിട്ട് 2 കൊല്ലത്ത് വെള്ളമാക്കുക. പകർച്ച, രുചി, നിറ, വാസന ഒന്നും വ്യത്യാസമില്ലെങ്കിൽ അത് ശുദ്ധിയായി. വെള്ളം കുറഞ്ഞ വെള്ളത്തിൽ നജസ് ചേർന്നാല് ചേരൽ കൊണ്ട് തന്നെ നജസാവും, കലക്കൊന്നില്ലെങ്കിലും നജസാവും. രുചി, നിറ, വാസന ഒന്നും വ്യത്യാസമില്ലെങ്കിൽ തന്നെ കുറഞ്ഞ വെള്ളത്തിൽ നജസ് ചേർന്നാൽ തന്നെ ഒരു തുള്ളി മൂത്ര ഇട്ടിയാൽ തന്നെ ആ വെള്ളം നജസാവും. മാപ്പ് ചെയ്യപ്പെടാത്ത നജസാണ് വീണതെങ്കിൽ. അതിന് ശുദ്ധീകരിക്കാൻ വെള്ളം 2 കൊല്ലത്ത് വെള്ളത്തേക്ക് വർദ്ധിപ്പിക്കാം. ഇങ്ങട്ടെ രുചി, നിറ, വാസനക്കൊന്നും വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ ആ വെള്ളം ശുദ്ധിയാണ്. പറയട്ടെ, ഇദാ തനജ്ജസൽ മാഉൽ ഖലീലു, കുറഞ്ഞ വെള്ളം നജസായാലേ, ബി മുലാഖാത്തി നജസിൻ, നജസ് അതിൽ ചേരൽ കൊണ്ട്, അതിൽ ചേർന്നാൽ തന്നെ കുറഞ്ഞ വെള്ളം നജസാകും. ലാ യതുഹുറു, അത് ശുദ്ധീകരിക്കാൻ കഴിയില്ല. ഇല്ലാ ബികസറത്തി, അതിനെ വർദ്ധിപ്പിക്കൽ കൊണ്ടല്ലാതെ. തോന വെള്ളാക്കി മാറ്റാം. ഒന്നിരിക്കല് വലിയൊരു കുളത്തിലേക്കാണ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അതിലേക്ക് തോന വെള്ളം ഒഴിച്ചിട്ട് വലിയ ടാങ്കിയില് ഉള്ള വെള്ളാക്കാം. 2 കൊല്ലത്ത് വെള്ളാക്കാം. ഒരു 200 ലിറ്റർ വെള്ളത്തിലേക്ക് വെള്ളാക്കി മാറ്റാം. ഇല്ലായത്തൂർ, അത് ശുദ്ധിയാകൂല. ഇല്ലാ ബികസറത്തി, വെള്ളത്തെ വർദ്ധിപ്പിക്കൽ കൊണ്ടല്ലാതെ. അവിൽ കസീറോ, അധികരിച്ച വെള്ളം നജസായാല്,
കുറെ വെള്ളമുണ്ട്, അത് നജസ. എങ്ങനെ വെച്ചാൽ ബിത്തഗയ്യുരി, അത് പകർച്ച വന്നു. ഒരു പകർച്ച വന്നു, രുചി, നിറം, വാസനക്ക് വ്യത്യാസമുണ്ട്. അധികരിച്ച വെള്ളാണ്. 1500 ലിറ്റർ വെള്ളമുണ്ട്. പക്ഷെ അതിലൊരു തുള്ളി മൂത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പോ നജസാവൂല. പക്ഷെ നജസാകും ബിത്തഗയ്യുരി വൽ കസീറു. അധികരിച്ച വെള്ളം നജസായി ബിത്തഗയ്യുരി, അത് രുചി വ്യത്യാസമോ വാസനയോ നിറമോ, ഈ 3 വിശേഷണങ്ങൾ വ്യത്യാസം ഉണ്ടായി. ഇപ്പൊ ഒരു കിണറ്റിലെ വെള്ളമാണെങ്കിലും അധികരിച്ച വെള്ളമാണ്, പക്ഷെ പകർച്ച വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നജസാണ്. അല്ലാതെ ഒരു നജസ് വീണിച്ചിട്ട് നജസാവില്ല. പകർച്ച വ്യത്യാസം ഉണ്ടെങ്കിൽ നജസാകും. അതിലായത്തൂർ, അത് ശുദ്ധിയാവല്ലെങ്കിൽ അത് ശുദ്ധിയാകൂല. ഇല്ലാബി സവാലിഹി, ആ പകർച്ച അവിടുന്ന് നീങ്ങൽ കൊണ്ടല്ലാതെ. പകർച്ച നീങ്ങിയാൽ മതി. അത് ചിലപ്പോ കുറെ കാലം അവിടെ വെച്ചിരുന്നാൽ പകർച്ച നീങ്ങിപ്പോകും, അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ പകർച്ച നീങ്ങിപ്പോകും. അങ്ങനെ പലതും ചെയ്യാം. അതായിരിക്കട്ടെ, പകർച്ച വന്ന് അധികരിച്ച വെള്ളമാണെങ്കിൽ അവിടെ ശുദ്ധീകരിക്കണമെങ്കിൽ ആ പകർച്ച അവിടെ നീങ്ങി കിട്ടിയാൽ മതി. അതിനുള്ള വഴി നോക്കാം. കിണറാണെങ്കിലും എന്താണെങ്കിലും ടാങ്കി ആണെങ്കിലും ഒക്കെ, ഹൗലാണെങ്കിലും പകർച്ച നീങ്ങുക എന്നുള്ളതാണ്. ഹൗലില് എന്തോ മണുണ്ട്, എലി ചത്തിട്ടുണ്ട്, ആ എലിനടുത്ത്. പക്ഷെ ഹൗല് വെള്ളം എന്നാല് ആ വെള്ളം വേണമെങ്കിൽ അടുത്ത് ഒഴിവാക്കിയിട്ട് നല്ല വെള്ളം പാർന്ന് ശരിയാക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താലും മതി, ആ പകർച്ച അവിടെ നിന്ന് നീങ്ങണ പ്രവർത്തികൾ ചെയ്യാം. ഫലവക്ക, അപ്പൊ അവിൽ കസീർ, അധികരിച്ച വെള്ളം നജസായി ബിത്തഗയ്യിരി, പകർച്ച വന്നിട്ട് ലാ തൂറത്ത് ശുദ്ധിയാകൂല ഇല്ലാ ബി സവാലി, പകർച്ച നീങ്ങിയാലല്ലാതെ. ഇനി മറ്റൊരു വിഷയം, ഫലവക്ക ഫീഹി, അധികരിച്ച വെള്ളത്തിൽ വീണാല് സംഭവിച്ചാല് ഷായർ ഹിറത്തിൻ, പൂച്ചയുടെ രോമം സംഭവിച്ച്. അധികരിച്ച വെള്ളമുണ്ട്, പൂച്ചരോമയിലുണ്ട്. ഔ ഫയറത്തി, അല്ലെങ്കിൽ എലിയുടെ രോമം, കുഴപ്പമൊന്നുമില്ല. വെള്ളം പകർച്ചില്ലെങ്കിൽ അവിടെ ആ വെള്ളം നജസ് എന്ന് പറയില്ല. വെള്ളം പകർച്ച ഇല്ലെങ്കിൽ, പകർച്ച ഉണ്ടാകാൻ നജസാണ്. സംഭവിച്ചാൽ അവിടെ പകർച്ചൊന്നില്ലെങ്കിൽ ഫഹുവ തഹൂറു, ആ വെള്ളം ശുദ്ധിയുള്ളതാണ്. ഫീഹി, അധികരിച്ച വെള്ളത്തിൽ സംഭവിച്ചു ഷാറു ഹിറത്തിൻ, പൂച്ചയുടെ രോമം, ഫറത്തേലിയുടെ രോമം, ഫഹുവ തഹൂറു, അത് ശുദ്ധിയുള്ള വെള്ളമാണ്. പക്ഷേ പൂച്ചന്റെ രോമം തോനുണ്ടെങ്കിൽ ബക്കറ്റിൽ കോരുമ്പോ ബക്കറ്റിലും പൂച്ചരോമം പെടും. ബക്കറ്റിൽ നിന്നിട്ട് കോരി ഉയർന്നാല് ആ ബക്കറ്റിലെ വെള്ളം 2 കുല്ലത്തുണ്ടോ, 200 ലിറ്റർ ഉണ്ടോ? ഇല്ല. അപ്പൊ എത്ര ഉള്ളൂ? ആകെ ഒരു പിടിയല്ലേ ഉള്ളൂ. അപ്പൊ ബക്കറ്റിൽ കോരുമ്പോ പൂച്ചരോമ അതിലുണ്ടെങ്കിൽ ആ ബക്കറ്റിലെ വെള്ളം നജസാ. കിണറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ കിണറിലെ വെള്ളം, അധികരിച്ച വെള്ളം നജസല്ല. കാരണം പകർച്ചല്ല. അധികരിച്ച വെള്ളം ആയതുകൊണ്ട് പൂച്ചരോമം ഉണ്ടായാൽ പകർച്ചല്ലെങ്കിൽ നജസല്ല. പക്ഷെ ബക്കറ്റിലേക്ക് മാറ്റുമ്പോ കുറഞ്ഞ വെള്ളമായി മാറും ബക്കറ്റിലെ വെള്ളം. അതിൽ രോമം പെട്ടാലോ, കോരുമ്പോഴൊക്കെ രോമം ഉണ്ടാവും. അത്ര രോമം ഉണ്ട് നിൽക്കുക. അതിന് പറയാ ഫഹുവ തഹൂറുൻ, ഈ അധികരിച്ച് നിൽക്കുമ്പോ വെള്ളം ശുദ്ധി തന്നെയാണ്, തഹൂറാണ്, പകർച്ചൊന്നും ഇല്ലല്ല. തഅസ്സറസ്തിമാലുഹു, പക്ഷെ അത് ഉപയോഗിക്കാൻ പ്രയാസമായി. ആ വെള്ളം അവിടുന്ന് എടുത്തുകാണ്ട് ഉപയോഗിക്കാൻ കഴിയണില്ല. കാരണം ബക്കറ്റിൽ കോരാൻ കഴിയണില്ല. തഅസ്സറസ്തിമാലു, ഉപയോഗിക്കാൻ പ്രയാസമായി, എടുക്കാൻ പറ്റണില്ല. അപ്പൊ എന്താ ചെയ്യാ? ഫൽയൻസാദ്, അവിടെ കോരി ഒഴിവാക്കണം. ഫൽയുൻസഹി, കോരി ഒഴിവാക്കണം. ഹത്താ യസൂല ഷാറു, മുടി അതിൽ നിന്നും നീങ്ങുന്നത് വരെ. അതിലുള്ള രോമങ്ങളൊക്കെ അവിടുന്ന് എടുത്ത് ഒഴിവാക്കണ പരിപാടി ചെയ്യണം. ഫൈലം യത്തയക്കൻ, ഉറപ്പില്ലെങ്കിൽ ഷാർ, ഒരു മുടിയുണ്ട് എന്ന്, ഫീമ ഒന്നിൽ എത്തറഫഹു, അവൻ കോരി എടുത്തതായ ഒരു ബക്കറ്റ് വെള്ളത്തിൽ മുടിയില്ലാത്തൊരു വെള്ളം കിട്ടി. നല്ല ഇളക്കി കാണാണ്ട് കോരിയപ്പോ മുടിയില്ലാത്തൊരു വെള്ളം കിട്ടി. ഖബലൻ നസിഹി, ആ രോമങ്ങളൊക്കെ എടുത്തൊഴിവാക്കണ മുമ്പ് ഒരു ബക്കറ്റ് കോരിയപ്പോ രോമമില്ലാത്ത വെള്ളം കിട്ടിയാൽ ലമലുറ, അത് നല്ല വെള്ളം, അത് കുഴപ്പമില്ല. എന്താ പറഞ്ഞു? പൈലമ്യത്തേക്കൻ, ഉറപ്പില്ലെങ്കിൽ ഷാറ, മുടിയെ, ഫീമഖ്തറഫോൻ, കോരിയെടുത്ത വെള്ളത്തിൽ, ഖബലൻ നസിഹി, രോമം നീക്കം ചെയ്യുന്നതിന് മുമ്പ് കോരിയെടുത്ത വെള്ളത്തിൽ മുടിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ലംയുറുറ, കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്തത് പിന്നെ പറയാം.